18 വർഷമായി സൗദി റിയാദ് ജയിലിൽ വധശിക്ഷ കാത്തു കിടക്കുന്ന തൻ്റെ പൊന്നു മകന് വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ കണ്ണീരോട് കൂടി കൈനീട്ടിയ പാത്തുമ്മ ഉമ്മയുടെ കണ്ണീര് ഇതുവരെ തോർന്നില്ല. ദിയാപണം നൽകി അബ്ദുറഹീമിൻ്റെ മോചനം സാധ്യമായിട്ടും ഇതുവരെ അബ്ദുറഹീം നാട്ടിലെത്തിയില്ല. പ്രായം അധികമായ പാത്തുമ്മ ഉമ്മയുടെ ആഗ്രഹമാണ് തൻ്റെ മകൻ്റെ കൂടെ ഇനിയുള്ള കാലം ജീവിക്കണം എന്നുള്ളത്. അത് ഈ പാവം ഉമ്മാക്ക് സാധിക്കുമോ എന്ന് പോലും അറിയില്ല. തൻ്റെ മകനെ ഒരു നോക്ക് കാണാൻ അതിയായി ആഗ്രഹിച്ച ഉമ്മ നാട്ടിൽ കാത്തിരുന്നിട്ടും അബ്ദുറഹീമിനെ കാണാതെ സൗദി ജയിലിലെത്തിയാണ് ഒരു നോക്ക് അബ്ദുറഹീമിനെ കണ്ടത്. ഒന്നും രണ്ടും തവണയല്ല, 9 തവണയാണ് അബ്ദുറഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള സിറ്റിംഗ് കോടതി എന്തെന്ന് പോലും വ്യക്തമാക്കാതെ മാറ്റിവെച്ചു എന്നുള്ള വാർത്ത നമ്മൾ അറിഞ്ഞത്. ഒട്ടനേകം പേരാണ് അബ്ദുറഹീമിൻ്റെ മോചനം എത്രയും പെട്ടെന്ന് സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നതും അവരുടെ പ്രാർത്ഥനയിൽ അത് ഉൾപ്പെടുത്തുന്നതും. അത് ഈ പാവം ഉമ്മയുടെ കണ്ണീര് കണ്ടുകൊണ്ട് മാത്രമാണ്. നിരന്തരമായുള്ള ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് അബ്ദുറഹീമിൻ്റെ ദിയാപണം കണ്ടെത്തിയതും വധശിക്ഷ റദ്ദാക്കിയതും. അതിനുശേഷം അബ്ദുറഹീം ഇതുവരെ നാട്ടിലെത്താത്തത് വലിയ ആശങ്ക തന്നെയാണ് സർവർക്കും നൽകുന്നത്. ഇതിൻ്റെ പിന്നിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം പോലും അറിയാത്തത് ദിയാപണം കുടുംബത്തിന് നൽകിയില്ലേ? ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി എന്ത് ചെയ്യുകയാണ്? പണത്തിൻ്റെ കണക്കുകൾ പുറത്തുവിടുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ആരോപണങ്ങളെല്ലാം ഉയർന്നു വന്നിരുന്നു. അങ്ങനെയാണ് അബ്ദുറഹീമിൻ്റെ മോചന സമിതി അംഗമായ യൂസുഫ് കാക്കഞ്ചേരി നാട്ടിലെത്തിയതും അദ്ദേഹത്തെ ഒരു ഷോറൂമിൽ നിന്ന് കാറ് വാങ്ങുന്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് വിവാദത്തിലേർപ്പെടുത്താൻ പലരും ഉദ്ദേശിച്ചത്. അബ്ദുറഹീമിന് നൽകിയ ദിയാപണത്തിൽ നിന്നാണ് ഇദ്ദേഹം കാറ് വാങ്ങിയത് എന്നുള്ള വാർത്തകൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്രചരിപ്പിച്ചാണ് പലരും യൂസുഫ് കാക്കഞ്ചേരി എന്ന അബ്ദുറഹീം മോചന സമിതി അംഗമായ ഇദ്ദേഹത്തെ വേട്ടയാടാൻ ആരംഭിച്ചത്. ഇതേ തുടർന്ന് ഇദ്ദേഹം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അബ്ദുറഹീമിൻ്റെ മോചനം സാധ്യമാകാത്തതിനുള്ള വ്യക്തമായ കാരണവും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അബ്ദുറഹീമിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകൾ ഗവർണറേറ്റിൽ നിന്നും ഇതുവരെ കോടതിക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് അബ്ദുറഹീമിൻ്റെ സിറ്റിങ്ങുകൾ 9ാം തവണയും മാറ്റിവെക്കേണ്ടി വന്നത് എന്നാണ് ഇദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഇനി 2 ദിവസം, അതായത് 18ാം തീയതിയാണ് അബ്ദുറഹീമിൻ്റെ അടുത്ത സിറ്റിംഗ് ഉള്ളത്. ഇതിലെങ്കിലും അബ്ദുറഹീമിൻ്റെ മോചനം സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒട്ടേറെ വർഷങ്ങളായി പാത്തുമ്മ ഉമ്മ തൻ്റെ മകനുമായി കുറച്ചെങ്കിലും കാലം ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ജീവിതം തള്ളി നീക്കുന്നു. പ്രായം അധികമായ പാത്തുമ്മ ഉമ്മയുടെ ഈ അവസ്ഥ കണ്ടു നിൽക്കുന്നവർക്കെല്ലാം വലിയ വേദന തന്നെയാണ് നൽകുന്നത്. പാത്തുമ്മ ഉമ്മയുടെ ആഗ്രഹം പോലെ തന്നെ അബ്ദുറഹീമിൻ്റെ കൂടെ ഒട്ടേറെ കാലം ജീവിക്കുവാനുള്ള ഭാഗ്യം ഈ ഉമ്മാക്ക് ഏകനായ രക്ഷിതാവ് നൽകട്ടെ എന്ന്. അബ്ദുറഹീമിൻ്റെ 18ാം തീയതി നടക്കാൻ പോകുന്ന സിറ്റിങ്ങിൽ അബ്ദുറഹീം മോചിതനാകുകയും എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലെത്താനുള്ള ഭാഗ്യവും അദ്ദേഹത്തിനും ലഭിക്കട്ടെ. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ വ്യാജ പ്രചാരണങ്ങൾ ഉണ്ടാക്കുന്നതും വലിയ തെറ്റ് തന്നെയാണ്. വ്യാജ പ്രചാരണങ്ങൾ നടത്തിയവർക്കെതിരെ യൂസുഫ് കാക്കഞ്ചേരി കോഴിക്കോട് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. തുടർ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. അബ്ദുറഹീമിൻ്റെ മോചനം സാധ്യമാകാത്തത് കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളെയും ആശങ്കയിൽപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ കാരണം അറിയാത്തത് കൊണ്ടാണ്.